പുതുവൈപ്പിനിൽ നടക്കുന്ന ജനകീയ സമരത്തെ അടിച്ചമർത്താനാകുമോ? ഈ വിഷയം പരിശോധിക്കുന്നു ഡിഫോക്കസ്. 119 ദിവസമായി സമരം ചെയ്യുന്ന സമരപന്തലിൽ നിന്ന് സമരസമിതി അംഗം ഷീല തത്സമയം ചർച്ചയിലുണ്ടാകും. ഒപ്പം കേരള റീജിയണൽ ലാറ്റിൻ കാത്തലിക് കൗൺസിലിന്റെ വൈസ് പ്രസിഡന്റ് ഷാജി ജോർജ കൊച്ചിയിൽ നിന്ന് തത്സമയം ചേരും. മുൻ MLA കൂടിയായ S. ശർമ്മയെ ടെലിഫോൺ ലൈനിലും പ്രതീക്ഷിക്കുന്നു. ആദ്യം ശ്രീമതി ഷീല, 119 ദിവസമായി നിങ്ങൾ സമരം ചെയ്യുകയാണ്. ഇതുവരെ ഒരു തരത്തിലുള്ള അക്രമ രീതിയിലേക്കും ആ സമരം പോയിട്ടില്ല. ഇന്ന് പൊടുന്നനെ പോലീസ് എത്തി വലിയ രീതിയിൽ മർദ്ദനമുറകൾ അഴിച്ചുവിടുകയാണ്. എന്താണ് ഇന്ന് ഈ രീതിയിൽ ഈ സമരം മാറാൻ ഇടയാക്കിയ സാഹചര്യം? കഴിഞ്ഞ 119 ദിവസമായിട്ട് ഞങ്ങൾ യാതൊരു പ്രകോപനവുമില്ലാതെ വളരെ ശാന്തമായിട്ട് ഒരു ആഘോഷത്തിൻ്റെ ഒരു ഇതിലായിരുന്നു ഞങ്ങളിവിടെ സമരം ചെയ്തുകൊണ്ടിരുന്നത്. ഞങ്ങൾ ജനിച്ച നാട്ടിൽ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ സമരം തുടർന്നുകൊണ്ട് പോകുന്നത്. പക്ഷേ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ഇന്ന് പെട്ടെന്നൊരു ദിവസം പോലീസ് എത്തി, വളരെ വലിയൊരു സന്നാഹത്തോടുകൂടി പോലീസ് എത്തി ഞങ്ങളുടെ സമരപന്തലൊക്കെ തട്ടിത്തെറിപ്പിക്കുകയും കഞ്ഞിക്കലങ്ങളും ഞങ്ങളിവിടെ തന്നെ ഭക്ഷണം പാചകം ചെയ്ത് കഴിക്കുന്നതായിരുന്നു. ഞങ്ങളുടെ സമരപന്തൽ തട്ടിത്തെറിപ്പിച്ച് കഞ്ഞിക്കലവും കുടിവെള്ളം പോലും അവർ തട്ടിത്തെറിപ്പിച്ച് കളഞ്ഞു. മാഗിളിനെ പോലെയുള്ള വളരെ വലിയ വ്യക്തികൾ പങ്കെടുക്കുന്ന ഒരു സമരമാണ്. സ്ത്രീകളടക്കം ഒത്തിരി പേരെ അവർ നിലത്ത് വലിച്ചിഴച്ച് കയ്യിലും കാലിലും പിടിച്ചിട്ട് അവർ പോലീസിൻ്റെ വണ്ടിയിലേക്ക് വലിച്ചെറിയാണ് ഉണ്ടായത്. പല സ്ത്രീകൾക്കും പരിക്കേറ്റിട്ടുണ്ട്. 1.5 വയസ്സുള്ള കുട്ടിയടക്കം നിലത്തിട്ട് വലിച്ച് അവർ കരഞ്ഞിട്ട് പോലും പോലീസ് വിടാൻ തയ്യാറായില്ല. ഇവിടെ എറണാകുളത്ത് ഞാറക്കൽ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകാമായിരുന്നിട്ട് കൂടി അവർ കളമശ്ശേരിയിലെ പോലീസ് സ്റ്റേഷനിലേക്കാണ് അവർ കൊണ്ടുപോയത്. അതുപോലെ തന്നെ വണ്ടിയിൽ വെച്ച് പരിക്കേറ്റ സ്ത്രീകൾ വെള്ളം ചോദിച്ച് കരഞ്ഞ് നിലവിളിച്ചിട്ട് പോലും അവർ വെള്ളം കൊടുക്കാൻ തയ്യാറായില്ല പോലീസ്. അവസാനം വണ്ടിയിലുണ്ടായിരുന്നവർ സ്റ്റിയറിംഗിൽ പിടിച്ച് വണ്ടി നിർത്തിയതിന് ശേഷമാണ് അവർക്ക് വെള്ളം കൊടുത്തത്. ഇത്രയും സ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ചെന്നിട്ടും അവർക്ക് ഭക്ഷണം കൊടുക്കാനായിട്ട് ചോദിച്ചിട്ട് IOC-കാർ കൊണ്ടുവന്ന ഭക്ഷണമാണ് അവർ കൊടുത്തത്. ഇത് ടോയ്ലറ്റ് ഇത്രയും 100-200 സ്ത്രീകൾ ഉണ്ടായിരുന്നിട്ട് ഒരു ടോയ്ലറ്റാണ് അവർക്ക് ഉപയോഗിക്കാനായിട്ട് കൊടുത്തത്. ഇപ്പോഴും 80 വയസ്സായ ഒരു അമ്മ നട്ടലിന് പൊട്ടലേറ്റിട്ട് ഹോസ്പിറ്റലിലാണ്. അഡ്മിറ്റ് ആക്കേണ്ടി ഇരുന്ന പല പരിക്കുകൾ ഉണ്ടായിരുന്നിട്ടും സാഹചര്യം അനുവദിക്കാതിരുന്നുകൊണ്ട് അവർ പ്രഥമ ശുശ്രൂഷയ്ക്ക് ശേഷം അവർ തിരിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയാനുണ്ടായത്. ഭക്ഷണം കൊണ്ടുവന്ന് കൊടുത്തത് IOC-യുടെ ഭക്ഷണം. അപ്പോൾ ഇതിൽ നിന്ന് ഞങ്ങൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? IOC-കാർക്ക് വേണ്ടിയിട്ടാണോ പോലീസ് പണിയെടുക്കുന്നതെന്നാണ് ഞങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ശ്രീമതി ഷീല, അതായത് ഇന്ന് രാവിലെ പോലീസ് എത്തുന്നു, യാതൊരു പ്രകോപനവുമില്ലാതെ സമരകേന്ദ്രത്തിൽ നിന്ന് മാറാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു. അതിനു മുൻപ് ഇത്തരത്തിൽ പോലീസ് എത്തുമെന്നോ അല്ലെങ്കിൽ എത്തിയതിനു ശേഷം നിങ്ങളോട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചർച്ചയ്ക്കോ പോലീസ് മുതിർന്നില്ല എന്നാണോ? തയ്യാറായില്ല. പോലീസ് പെട്ടെന്നാണ് എത്തിയത്. ഞങ്ങൾ പെട്ടെന്നാണ് അറിഞ്ഞത് പോലീസ് ഇവിടെ വന്നെന്ന്. ഞങ്ങൾ വീട്ടിൽ നിന്ന് എല്ലാവരെയും ഓരോരുത്തരെയും ഫോൺ ചെയ്ത് അറിയിക്കുകയാണ് ഉണ്ടായത്. എല്ലാ സ്ത്രീകളെയും എല്ലാ വീട്ടുകാരെയും ഫോൺ ചെയ്ത് അറിയിച്ചും ഓടി നടന്ന് വിസിലടിച്ചൊക്കെ അറിയിച്ചാണ് ഞങ്ങൾ ഇവിടെ വന്നത്. ഒരു തരത്തിലുള്ള ഒരു ചർച്ചയ്ക്കും പോലീസ് തയ്യാറായില്ല. പെട്ടെന്ന് തന്നെ അവരുടെ ആക്ഷൻ ഉണ്ടാവുകയാണ് ചെയ്തത്. എല്ലാവരെയും ചുറ്റിനും വളഞ്ഞിട്ട് എല്ലാവരെയും പൊക്കിയെടുത്താണ് അവർ പോലീസ് വാഹനങ്ങളിലേക്ക് എറിയാണ് ചെയ്തത്. മിക്ക സ്ത്രീകളെയും പലർക്കും പരിക്കേറ്റിട്ടുണ്ട്. കൈയും കാലും ഒക്കെ ഒരഞ്ഞും അല്ലാതെയൊക്കെ പരിക്കേറ്റ സ്ത്രീകളാണ് ഞങ്ങളുടെ ഒപ്പം ഉള്ളത്. ഞാൻ താങ്കളിലേക്ക് വരാം. ഷാജി ജോർജ് കൂടി എത്തിയിട്ടുണ്ട്. ശ്രീ ഷാജി ജോർജ്, 119 ദിവസമായി യാതൊരു പ്രശ്നവുമില്ലാതെ പ്രതിഷേധത്തിന്റെ രൂപത്തിൽ മാത്രം മുന്നോട്ട് പോയ ഒരു ജനകീയ സമരത്തെ അതിരൂക്ഷമായി മർദ്ദിച്ച് അവസാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ് പോലീസ് എന്ന് നിങ്ങൾ സംശയിക്കുന്നുണ്ടോ? കാരണം ഇന്നിപ്പോൾ ഷീല പറയുന്നതനുസരിച്ച് അവർക്ക് യാതൊരുവിധ മുന്നറിയിപ്പും ഉണ്ടായിരുന്നില്ല പോലീസ് വരുമെന്നുള്ളത്. പോലീസ് എത്തിയതിനു ശേഷവും യാതൊരു വിധത്തിൽ ഈ സമരക്കാരുമായി സംസാരിക്കാനോ അല്ലെങ്കിൽ ചർച്ചയ്ക്കോ തയ്യാറാകുന്നില്ല. വന്നത് മുതൽ തന്നെ ഈ രീതിയിൽ മർദ്ദനമുറകൾ പ്രയോഗിക്കുകയാണ്. ഈ സമരത്തെ അല്ലെങ്കിൽ ഈ സമരപന്തലിനെ അവിടെ നിന്ന് മാറ്റുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമായിരുന്നു എന്ന് പോലീസിനുണ്ടായിരുന്നത്. ശ്രീ ഷാജി ജോർജ്, താങ്കൾ കേൾക്കാമോ ഞാൻ പറയുന്നത്? റൈറ്റ്, ഞാൻ വരാം. ഷീല, അതായത് നിങ്ങൾ ആരോപിക്കുന്നത് കൃത്യമായൊരു പ്ലാനിങ്ങോടുകൂടി, അതായത് ഈ സമരപന്തലിൽ ഇത്രയധികം ദിവസമായിട്ടും സമരത്തിൽ നിന്ന് പിന്മാറാത്ത നിങ്ങളെ മർദ്ദനത്തിന്റെ രൂപത്തിൽ അവിടെ നിന്ന് മാറ്റി ഈ പ്ലാന്റിന് പ്രവർത്തിക്കാൻ വഴിയൊരുക്കി കൊടുക്കുക, അതാണ് ഇന്ന് യഥാർത്ഥത്തിൽ പോലീസ് ചെയ്തത് എന്നാണോ നിങ്ങൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം? അതെ, ഞങ്ങൾ അത് തന്നെയാണ് ഉന്നയിക്കുന്നത്. കാരണം ഇത്ര ദിവസമായിട്ടും ഞങ്ങളൊരു ജാഥ പോലും നടത്തി ഞങ്ങളൊരു പ്രകോപനം ഉണ്ടാക്കിയിട്ടില്ല ഇതുവരെ. ഞങ്ങൾ വളരെ ശാന്തമായിട്ടിരുന്നാണ് സമരം ചെയ്തുകൊണ്ട്. IOC-യുടെ മുമ്പിലുമല്ല, വേറൊരു IOC-യുടെ ഓപ്പോസിറ്റ് റോഡിന് ഇപ്പുറത്തുള്ള വശത്താണ് ഞങ്ങൾ പന്തൽ കെട്ടി സമരം ചെയ്തുകൊണ്ടിരുന്നത്. യാതൊരു പ്രകോപനവും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അപ്പോൾ IOC-യുടെ അവർ നേരത്തെ തന്നെ കരുതിക്കൂട്ടി തീരുമാനിച്ചിട്ട് തന്നെ ആയിരിക്കും
ഇന്ന് ഈ പോലീസ് പ്രകോപനം ഉണ്ടായതെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അത് തന്നെയാണ് ഞങ്ങളുടെ ആരോപണം. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായിട്ട് ഇത്രമാത്രം വലിയൊരു പ്രകോപനം അഴിച്ചുവിട്ട പോലീസിനെതിരെ നടപടി സ്വീകരിക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം. ഷീല, അവർ പറയുന്നത് IOCക്ക് അനുകൂലമായി അല്ലെങ്കിൽ ഈ പ്ലാന്റ് പ്രവർത്തിക്കാൻ തക്ക അനുകൂല വിധി കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായി. ആ വിധി നടപ്പാക്കുന്നതിന് വേണ്ടിയാണ് പോലീസ് എത്തിയത്. കോടതി വിധി നടപ്പാക്കുക മാത്രമാണ് പോലീസ് ചെയ്തത് എന്നാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഒരു പക്ഷേ വരാനിടയുള്ള പ്രതികരണം. കോടതി വിധി ഇതുവരെ വന്നിട്ടില്ല. നിയമലംഘനം നടത്തുന്നതിനെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ വിധിയൊന്നും ഇതുവരെ വന്നിട്ടില്ല. ഇതുവരെ ഞങ്ങൾക്ക് യാതൊരു അറിയിപ്പും കിട്ടിയിട്ടില്ല അങ്ങനെ ഒരു കോടതി വിധി വന്നതായിട്ട്. നിയമലംഘനം നടത്തുന്നതിനെതിരെ കോടതിയിൽ ഞങ്ങൾ കേസ് കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ ആവശ്യം ജനവാസ മേഖലയിൽ ഈ IOCയുടെ പ്ലാന്റ് വേണ്ട എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം. അതായത് IOCയുടെ ഭാഗത്ത് നിന്ന് ഒരു തരത്തിലുള്ള ചർച്ചകൾക്കോ അല്ലെങ്കിൽ ഈ 119 ദിവസത്തിനിടയ്ക്ക് IOCയുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും ചർച്ചകൾ നിങ്ങളുമായി നടത്തിയിട്ടുണ്ടോ? IOCയുടെ ഭാഗത്തുനിന്ന് കളക്ടറുടെ സാന്നിധ്യത്തിൽ ചർച്ച നടത്തി. പക്ഷെ എല്ലാ ഭരണാധികാരികളും IOCക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. സാധാരണക്കാരുടെ ജീവനും സ്വത്തിനും ഈ നാട്ടിൽ ഒരു വിലയില്ലെന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കിയേക്കുന്നത്. ഒരു പട്ടിയെ വഴിയിൽ വെച്ച് ഞങ്ങൾ കല്ലെറിഞ്ഞാൽ അതിനെതിരെ നിയമങ്ങൾ നടപടിയെടുക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നത്. പക്ഷെ സാധാരണക്കാരായ ഞങ്ങളുടെ ജീവന് ഒരു വിലയും ഞങ്ങൾ ഭരണാധികാരികൾ കൊടുക്കുന്നില്ല എന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു. തീർച്ചയായും അതിന് കൃത്യമായ അധികൃതർ മറുപടി പറയേണ്ടതാണ്. താങ്കളിലേക്ക് വരാം. ഷാജി ജോർജ് കൂടി ചേരുകയാണ്. ഷാജി ജോർജ്, താങ്കൾ കേൾക്കാമോ ഇപ്പോൾ ഞാൻ പറയുന്നത്? തീർച്ചയായിട്ടും കേൾക്കാം. ഷാജി ജോർജ്, 119 ദിവസമായി ഈ രീതിയിൽ വലിയൊരു ജനകീയ പ്രതിഷേധം അവിടെ നടക്കുന്നു. ഒരു തരത്തിലുള്ള അക്രമ സ്വഭാവത്തിലേക്കും അത് പോയിട്ടില്ല. പക്ഷേ ഇന്ന് വളരെ പെട്ടെന്ന് സംഭവങ്ങളൊക്കെ മാറിമറിയുകയാണ്. വലിയൊരു സംഘർഷം, സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ വരെ വലിയ മർദ്ദനങ്ങൾ ഉണ്ടാകുന്ന തരത്തിൽ പോലീസിന്റെ നടപടി നീങ്ങുകയാണ്. ഈ സമരത്തെ അവിടെ നിന്ന് മാറ്റി പ്ലാന്റിനെ പ്രവർത്തിപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് അധികൃതർ മാറിയിട്ടുണ്ട്. അത് ഈ സമരമുണ്ടെങ്കിൽ പറ്റില്ല, അവിടെ നിന്ന് ഈ ആളുകളെ മാറ്റിയാൽ മാത്രമേ അത് നടക്കുകയുള്ളൂ. അതിലേക്കാണ് ഇപ്പോൾ പോലീസ് നീങ്ങിയത് എന്ന് നിങ്ങൾ സംശയിക്കുന്നുണ്ടോ? ഇന്ന് രാവിലെ നടന്ന സംഭവങ്ങൾ കേരളത്തിൽ ഒരു തരത്തിലും നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങളായിരുന്നു. പോലീസിൻ്റെ അതിരൂക്ഷമായ ഇടപെടൽ, മനുഷ്യത്വരഹിതമായ ഇടപെടലാണ് പുതുവൈപ്പിലുണ്ടായിട്ടുള്ളത്. അവിടുത്തെ കുട്ടികളെ, വൃദ്ധരായ അമ്മമാരെ, അല്ലെങ്കിൽ വൈദികരെ, സിസ്റ്റേഴ്സിനെ ഒക്കെ അറസ്റ്റ് ചെയ്യുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയത്. തികച്ചും സമാധാനപരമായി സമരം ചെയ്തുകൊണ്ടിരുന്ന ഒരു ജനതയോട് ഒരിക്കലും പോലീസ്, ജനാധിപത്യ രാജ്യത്തെ പോലീസ് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഇന്ന് പുതുവൈപ്പിലുണ്ടായിട്ടുള്ളത്. അപ്പോൾ പോലീസിൻ്റെ ഭീകരത അത് തീർച്ചയായും പ്രതിഷേധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഞങ്ങളൊക്കെ കടുത്ത പ്രതിഷേധത്തിലും ഇനി ഈ വരുന്ന ആളുകളിൽ ഈ സമരത്തെ ഇങ്ങനെ പോലീസ് നേരിട്ടാൽ അതിനെ എങ്ങനെ ഞങ്ങൾ പിന്തുണയ്ക്കും എന്നതിനെക്കുറിച്ചുള്ള ആഴമായ ചർച്ചകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ശ്രീ ഷാജി ജോർജ്, ഇങ്ങനെ ഈ പോലീസ് നടപടിയെടുക്കണമെങ്കിൽ കൃത്യമായി മുകളിൽ നിന്നുള്ള ഉത്തരവ് അവർക്ക് ലഭിക്കേണ്ടി വരും. ഗുരുതരമായ കേസടക്കം ഈ ആളുകൾക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. അത് എന്തിനാണ് ഈ കേസ് ചുമത്തിയതെന്ന് ചോദിച്ചപ്പോൾ മുകളിൽ നിന്ന് കിട്ടിയ ഉത്തരവാണ് എന്നാണ് പോലീസ് പറയുന്നത്. കൃത്യമായി മുകളിൽ നിന്ന് ഒരു ഓർഡർ ഉണ്ട്. അത് സർക്കാരിൽ നിന്നാണോ മറ്റാളുകളിൽ നിന്നാണോ എന്നുള്ളത് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും കൃത്യമായി ഈ സമരപ്പന്തലിനെ അവിടെ നിന്ന് മാറ്റുക എന്നുള്ളൊരു ഉദ്ദേശം തന്നെയാണ് ഈ പോലീസിനുള്ളത്, അല്ലെങ്കിൽ പോലീസിന് അയച്ച ആളുകൾക്കുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? ഈ പോലീസോ അധികാരികളോ ഉദ്ദേശിക്കുന്ന രീതിയിൽ വളരെ പെട്ടെന്ന് ഈ ജനത്തെ പിരിച്ചുവിടാൻ കഴിയുമെന്ന് ഞങ്ങൾ കരുതുന്നില്ല. കാരണം ഇപ്പോൾ ഇവർ പണിതുകൊണ്ടിരിക്കുന്ന പ്ലാന്റിൽ നിന്ന് 30 മീറ്റർ അകലെ മാത്രമാണ് അവിടുത്തെ ജനവാസയോഗ്യമായ പ്രദേശം. 100 കണക്കിന് ആളുകൾ താമസിക്കുന്ന ഒരു പ്രദേശം, ഏഷ്യയിലെ തന്നെ ഏറ്റവും ജനസാന്ദ്രത കൂടിയ ഒരു ദ്വീപ്. അങ്ങനെയുള്ള ഒരു പ്രദേശത്ത് നിന്ന് ജനങ്ങളെ പെട്ടെന്ന് മാറ്റി താമസിപ്പിച്ച് അല്ലെങ്കിൽ ജനങ്ങളെ ഒഴിപ്പിച്ച് സമരത്തെ പോലീസിനെ ഉപയോഗിച്ച് അടിമപ്പെടുത്താമെന്ന് അല്ലെങ്കിൽ കീഴ്പ്പെടുത്താമെന്ന് ഞങ്ങൾ കരുതുന്നില്ല. ശ്രീ ഷാജി ജോർജ്, ഇപ്പോഴും സർക്കാർ പ്രതിനിധികൾ വാദിക്കുന്നത് ഒരു തരത്തിലുള്ള നിയമലംഘനങ്ങളും അതിലില്ല, അതിനുള്ള എല്ലാ സുരക്ഷാ മുൻകരുതലുകളും എടുത്തുകൊണ്ട് തന്നെയാണ് ഈ പ്ലാന്റ് വരുന്നത് എന്ന് തന്നെയാണ്. പക്ഷേ അത് ഈ സമരക്കാരെ അല്ലെങ്കിൽ അവിടെയുള്ള പ്രദേശവാസികളെ ബോധ്യപ്പെടുത്താൻ ഇതുവരെ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അത്തരമൊരു നീക്കം എന്തുകൊണ്ടാണ് IOCയുടെ ഭാഗത്ത് നിന്നോ സർക്കാരിന്റെ ഭാഗത്ത് നിന്നോ ഉണ്ടാകാത്തത്? ഒരുപക്ഷെ അത്തരം നീക്കങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ അത് കൃത്യമായി ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഇത്തരം രീതികളിലേക്ക് പോകേണ്ടി വരുമായിരുന്നില്ലല്ലോ. തീർച്ചയായും അത് വളരെ ഗൗരവമായ ഒരു കാര്യം തന്നെയാണ്. ജനാധിപത്യത്തിലെ അധികാരികൾ ജനങ്ങളോട് പുലർത്തേണ്ട സാമാന്യ മര്യാദ പോലും പുതുവൈപ്പിൽ ഉണ്ടായിട്ടില്ല. കളക്ടർ വിളിച്ചു ചേർത്ത ഒരു മീറ്റിങ്ങിൽ അതേ സുരക്ഷാ കാര്യങ്ങൾ വിശദീകരിക്കുക മാത്രമാണ് ചെയ്തത്.
ഇവരുടെ ആശങ്കകൾ പറഞ്ഞാൽ അത് ബോധ്യപ്പെടുത്താൻ, സമരക്കാർ ഉന്നയിച്ച വിഷയങ്ങൾ പറയാൻ, പഠിക്കാൻ ഒന്നും അധികാരികൾ തയ്യാറാകുന്നില്ല. ഏകപക്ഷീയമായി ഇതാണ് കാര്യങ്ങൾ, ഇതൊക്കെയാണ് സുരക്ഷാ ക്രമീകരണങ്ങൾ എന്നാണ് അധികാരികൾ പോലും ഇവരോട് പറയുന്നത്. ജനങ്ങളുടെ ആശങ്ക അകറ്റാതെ ഈ ജനാധിപത്യ രാജ്യത്ത് എങ്ങനെ ഒരു വികസന പദ്ധതിയുമായി മുന്നോട്ട് പോകും? അക്കാര്യത്തിൽ ഞങ്ങൾക്ക് വലിയ ആശങ്കയുണ്ട്. മൂലമ്പള്ളിയിൽ സംഭവിച്ചത് ഒരിക്കലും പുതുവൈപ്പിൽ സംഭവിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. ശ്രീ എസ് ശർമ്മ, 119 ദിവസമായി പുതുവൈപ്പിനിൽ സ്ത്രീകളും കുട്ടികളും അടക്കം സമരം ചെയ്യുകയാണ്. ഇതുവരെ ഒരു അക്രമത്തിന്റെ സ്വഭാവം ആ സമരത്തിനുണ്ടായിട്ടില്ല. ഇന്ന് വളരെ പെട്ടെന്ന് യാതൊരു പ്രകോപനവുമില്ലാതെയാണ് തങ്ങളെ തല്ലിച്ചതച്ചത് പോലീസ് എന്നാണ് സമരസമിതിയിലെ ആളുകൾ പറയുന്നത്. ഇപ്പോഴും നിരവധി ആളുകൾ ആശുപത്രിയിലാണ്, നിരവധി ആളുകൾ പോലീസ് കസ്റ്റഡിയിലാണ്. ഇങ്ങനെ ഈ സമരത്തെ പോലീസ് നേരിടേണ്ടിയിരുന്നു? അങ്ങനെ പോലീസിന് ആക്രമണം നടത്തിയതായിട്ട് നമ്മളോട് ആരും പരാതി പറഞ്ഞിട്ടില്ല. ഞാൻ തിരുവനന്തപുരത്തായിരുന്നു, അത് നിയമസഭാ കമ്മിറ്റി ചേർന്നുകൊണ്ടിരിക്കുന്നതെന്നും ഇതായിരുന്നു. അത് കഴിഞ്ഞ് വന്ന സന്ദർഭത്തിൽ അവിടുന്ന് പ്രവർത്തകർ വിളിച്ചിരുന്നു. 100-200 പേരുണ്ടായിരുന്നു. സമരസമിതിയുടെ സംഘാടകരും നേതാവായിട്ടുള്ള ചുമതലപ്പെട്ടവരുമായിട്ട് സംസാരിച്ചു. അപ്പോൾ 100-300 പേരുണ്ടായിരുന്നു. 100-200 പേരുണ്ടായിരുന്നു. അപ്രതീക്ഷിതമായിരുന്നു അറസ്റ്റ് എന്ന് പറഞ്ഞു. അല്ല, വേറെ പോലീസ് കസ്റ്റഡിയിൽ ഇപ്പം ആരുമില്ല, എല്ലാവരും വിട്ടയച്ചല്ലോ. പിന്നെ രണ്ടാമത്തെ കാര്യം, മറ്റ് ആശുപത്രിയിൽ എന്ന് വെച്ചാൽ ഒരാൾക്ക് ചെസ്റ്റ് പെയിൻ അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഒരു സ്ത്രീ 65 വയസ്സ് പ്രായമുള്ളൊരു പാവ സ്ത്രീ ഉണ്ടായിരുന്നു. അവര് കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് പോലീസ് തന്നെ ആക്കി. അപ്പൊ അതിന് ചികിത്സ ലഭിക്കാൻ സ്കാൻ ചെയ്യണതിന് പൈസ ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ ഞാൻ വിളിച്ച് സംസാരിച്ചു. അപ്പോഴേക്കും അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് എത്തി സ്കാൻ ഫ്രീ ആയിട്ട് ചെയ്യിപ്പിക്കുന്നതിനുള്ള നടപടിയും ചെയ്യും. വേറെ ആ രൂപത്തിൽ ആ പ്രശ്നം ചർച്ചയിലൂടെ പരിഹരിക്കേണ്ട ഇഷ്യൂ തന്നെ, അല്ലാതെ പോലീസ് അങ്ങനെ ഒരു ആക്രമണം കൂടി സ്വീകരിച്ചതായിട്ട് നമ്മുടെ ശ്രദ്ധയിൽ ആരും ഇത്രയും നേരമായിട്ട് പറഞ്ഞിട്ടില്ല. നിങ്ങൾ ചോദിക്കുമ്പോഴാണ് ഞാൻ അറിയുന്നത്. ശ്രീ എസ് ശർമ്മ, സമരപന്തലിൽ നിന്നുള്ള ആളുകൾ തന്നെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. അവർ പറയുന്നത് പ്രകാരം യാതൊരു പ്രകോപനവുമില്ലാതെയാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരമൊരു നടപടി ഉണ്ടായത്. ഇതൊക്കെ ഒഴിവാക്കാമായിരുന്നില്ലേ? കാരണം ഒരു തരത്തിലുള്ള അക്രമ സ്വഭാവത്തിലേക്കും ഈ സമരം ഇതുവരെ പോയിട്ടില്ല. അവർ പറയുന്നതനുസരിച്ച് അവരോട് സംസാരിക്കാമായിരുന്നു പോലീസിന്, അല്ലെങ്കിൽ കൃത്യമായ അറിയിപ്പ് കൊടുക്കാമായിരുന്നു ഈ രീതിയിൽ. പക്ഷേ അതൊന്നുമില്ലാതെ പെട്ടെന്ന് രാവിലെ വന്ന് സമരപന്തൽ അവിടെ നിന്ന് മാറ്റാനും അവിടെ ഉണ്ടായിരുന്ന ആളുകളെയും മർദ്ദിക്കാനാണ് പോലീസ് ഒരുങ്ങിയത്. ഒപ്പം ജയിലിൽ ഇവരെ കസ്റ്റഡിയിലെടുത്തപ്പോൾ അവിടെയും കൃത്യമായ സൗകര്യങ്ങൾ കൊടുക്കാനോ ഒന്നും അവർക്ക് കഴിഞ്ഞില്ല. ഭക്ഷണം പോലും IOC ഏർപ്പാടാക്കിയ ഭക്ഷണമാണ് അവർക്ക് നൽകിയത് എന്ന് പോലും ഈ സമരപന്തലിലെ ആളുകൾ ഇപ്പോൾ പറയുന്നുണ്ട്. IOC അല്ല, പോലീസാണ് ഭക്ഷണം മേടിച്ചു കൊടുത്തത്. IOC അല്ല ഭക്ഷണം അറേഞ്ച് ചെയ്തത്. എനിക്കറിഞ്ഞോട് എൻ്റെ അടുത്ത് ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല. പരാതി എന്റെ ശ്രദ്ധയിൽപ്പെട്ട എന്നോട് 1-2 പേര് വിളിച്ച് വിവരം ഇങ്ങനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. വളരെ ബന്ധപ്പെട്ടവരെ വിളിച്ച് സംസാരിച്ചു. അപ്പൊ അവര് ജാമ്യം കൊടുക്കുന്ന പോലീസുകാരുടെ പറഞ്ഞായിരുന്നു. അല്ലാതെ മറ്റു തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നം എന്റെ ശ്രദ്ധയിൽ ആരും പറഞ്ഞിരുന്നില്ല. ഞാൻ ഏതായാലും ഒന്നുകൂടി അന്വേഷിക്കാം കാര്യമായിട്ട്. അങ്ങനെ മനഃപൂർവ്വമായി ഏതെങ്കിലും നടപടി പോലീസ് ചെയ്യേണ്ടതായിട്ടുള്ള സാഹചര്യം ഇപ്പൊ അവിടെ ഇല്ല. പ്രത്യേകിച്ച് ഒരു അസാധാരണ സാഹചര്യം അവിടെ ഇല്ല. ഇത് കുറെ ദിവസങ്ങളായിട്ട് അവിടുത്തെ നാട്ടുകാര് പാവപ്പെട്ടവര് സമരത്തിലാണ്. ആ സമരത്തിന് അടിസ്ഥാനം ഇങ്ങനെ ഒരു ടാങ്ക് വന്നു കഴിഞ്ഞാൽ, സംഭരണ കേന്ദ്രം വന്നു കഴിഞ്ഞാൽ അവിടെ ജീവിക്കുന്ന ആളുകൾക്ക് സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവനെയും ഭാവിയെയും ബാധിക്കുമെന്നുള്ള ഉത്കണ്ഠ ആ പാവപ്പെട്ടവർക്കുണ്ട്. ആ ഉത്കണ്ഠ സംശയ ദൂരീകരണം നടത്താനുള്ള ബാധ്യത IOC മാനേജ്മെന്റിനുണ്ട്. അങ്ങനെ ആ ഉത്കണ്ഠ ദൂരീകരിച്ചും നാടിന്റെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ ആ താല്പര്യവും കൂടി സംരക്ഷിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നതിനുള്ളത് ചർച്ചയും തീരുമാനമാണ് ഭാവിയിൽ എടുക്കേണ്ടതെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. ശ്രീ എസ് ശർമ്മ MLA, എന്തുകൊണ്ട് അത്തരം ഒരു നീക്കങ്ങൾ ഉണ്ടാകുന്നില്ല? കാരണം 119 ദിവസമായി സമരത്തിലാണ്. ഇതുവരെ ജനങ്ങളുടെ ആശങ്ക അകറ്റാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും അതിനുള്ള നീക്കങ്ങൾ, ആകെ കലക്ടർ വിളിച്ചൊരു യോഗം മാത്രമാണ് നടന്നത് എന്നാണ് അവർ പറയുന്നത്. ഇപ്പോഴും അവർ ഉന്നയിക്കുന്ന ആശങ്കകൾക്ക് ഒരു പരിഹാരവും ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ കൃത്യമായൊരു മറുപടി അവർക്ക് ലഭിച്ചിട്ടുമില്ല. അതുകൊണ്ടാണ് ഈ സമരം ഇത്ര ശക്തമായി അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മാത്രമല്ല യോഗം വിളിച്ചത്, കളക്ടർ 1-2 പ്രാവശ്യം വിളിച്ചു. അതിനുശേഷം പിന്നെ വ്യവസായ മന്ത്രി മൊയ്തീൻ വിളിച്ചു. ഞാൻ അസംബ്ലിയിൽ ഈ പ്രശ്നം ഉന്നയിച്ച് ഇവരുടെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ട് മൊയ്തീന്റെ ചർച്ചയ്ക്ക് ശേഷം കളക്ടറോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു. അതിനുശേഷം പിന്നെ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ബന്ധപ്പെട്ട ആളുകളെ സമരസമിതിയുടെ പ്രതിനിധികളെ വിളിച്ചിരുന്നു. അങ്ങനെ വിളിച്ച് ചർച്ച നടത്തി. കേന്ദ്ര പ്രോജക്റ്റാണ്, ആ പ്രോജക്റ്റിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ സഹകരിക്കണം
എന്ന് മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു. IOC മാനേജ്മെന്റിനോട് പറഞ്ഞു സുരക്ഷാ സംവിധാനം ഉറപ്പുവരുത്തുകയും വേണം എന്ന് പറഞ്ഞു. സമരത്തിന്റെ പ്രതിനിധികൾ പറഞ്ഞു സുരക്ഷാ സംവിധാനം വിശ്വസനീയമായ വിധത്തിൽ ഉറപ്പാക്കുന്ന മുറക്ക് മാത്രമേ സഹകരിക്കാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ പിരിയുകയാണ് ചെയ്തത്. അല്ല, ആരും ഇടപെടാതിരുന്നില്ല. സ്റ്റേറ്റ് മുഖ്യമന്ത്രി തന്നെ ചർച്ചയ്ക്ക് വിളിച്ചിരുന്നു, ചർച്ച നടത്തിയിരുന്നു. തീർപ്പെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളത് ശരിയാണ്. അതിനു മുമ്പ് വ്യവസായ മന്ത്രി വിളിച്ചു, അതിനു മുമ്പ് കളക്ടർ വിളിച്ചു. അങ്ങനെ 3 ഘട്ടങ്ങളിൽ ഈ ബന്ധപ്പെട്ട ആളുകളുടെ യോഗം വിളിച്ചിരുന്നു. അതിനുശേഷം ആൾ പാർട്ടീസ് മീറ്റിംഗ് കളക്ടർ വീണ്ടും വിളിച്ചു. പക്ഷേ IOC അവരുടെ ഭാഗം വിശദീകരിക്കുന്നുണ്ടെങ്കിലും സമരത്തിൽ പങ്കെടുത്തിട്ടുള്ള പ്രതിനിധികൾ ഉന്നയിക്കുന്ന പ്രശ്നങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ട് IOCയുടെ വിശദീകരണം തൃപ്തികരമായിട്ട് സമരത്തിൽ പങ്കെടുക്കുന്നവർ മുഖവിലക്ക് എടുക്കുന്നില്ല. അപ്പോൾ അതിന്റെ വസ്തുത കൂടി ഒരു പരിശോധന നടത്തി ശരിയും തെറ്റും നിശ്ചയിച്ച് ഒരു അഭിപ്രായ രൂപീകരണം ഉണ്ടാക്കുക എന്നുള്ളതാണ് തുടർന്ന്. സർക്കാർ മുഖവിലേക്ക് എടുക്കുന്നുണ്ടോ IOCയുടെ വിശദീകരണം? സർക്കാരിന് ഉറപ്പുണ്ടോ ഈ പറയുന്ന ആശങ്കകൾക്കൊന്നും അടിസ്ഥാനമില്ല, കൃത്യമായ സുരക്ഷാ മുൻകരുതലുകളോടുകൂടി തന്നെ ഈ പ്ലാന്റ് ഇവിടെ വരും എന്നുള്ള കാര്യത്തിൽ? സുരക്ഷാ മുൻകരുതലുകളെ കുറിച്ച് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിൽ ഉള്ള ക്രമീകരണം ഉണ്ടാക്കുമെന്നാണ് IOC പറയുന്നത്. അതേസമയം ഇവിടെ വന്നൊരു ബേസിക് ആയിട്ടുള്ള കാര്യം ജനനിബിഡമായ സ്ഥലമുണ്ട്. ജനനിബിഡമായ സ്ഥലം, ആ ജനനിബിഡമായ സ്ഥലത്ത് ഇത് വരണം എന്നുള്ള ഉത്കണ്ഠയാണ് ജനങ്ങൾക്കുള്ളത്. അപ്പൊ ജനങ്ങളുടെ ഉത്കണ്ഠ ദൂരീകരിക്കുന്നതിനും വിശ്വസനീയമായ വിധത്തിൽ അവരെ ബോധ്യപ്പെടുത്തുന്നതിനും സംഘർഷങ്ങളൊന്നും ഇല്ലാത്ത വിധത്തിൽ സൗഹാർദ്ദപരമായി പ്രശ്നങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കുന്നതിനുമുള്ള പരിശ്രമം ഇനിയും തുടരേണ്ടതായിട്ടുണ്ട് എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. റൈറ്റ്, വളരെ നന്ദി ശ്രീ എസ് ശർമ്മ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ശ്രീമതി ഷീല, ഇതാണ് സർക്കാരിന്റെ അല്ലെങ്കിൽ CPM-ന്റെ നിലപാട്. ഇനിയും ചർച്ചകൾ നടത്തേണ്ടതുണ്ട്, നിങ്ങളെ ഇക്കാര്യം ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് എന്ന് തന്നെയാണ്. എന്തായാലും ആ പദ്ധതി പൂർണ്ണമായി ഉപേക്ഷിക്കാൻ ഇതുവരെ ഈ സർക്കാർ തീരുമാനിച്ചിട്ടില്ല. എന്തായാലും പദ്ധതി ഉപേക്ഷിക്കുന്നത് വരെ അതിശക്തമായ സമരം തുടരാൻ തന്നെയാണോ നിങ്ങളുടെ തീരുമാനം? അതെ, ഞങ്ങൾ ഈ IOC പ്ലാന്റിന്റെ ഈ പ്രോജക്റ്റ് സർക്കാർ ഉപേക്ഷിച്ചിട്ട് ഇവിടെ നിന്നും പിന്മാറുന്നത് വരെ ഞങ്ങൾ ഈ സമരം തുടർന്നുകൊണ്ടേയിരിക്കും. ഞങ്ങൾക്ക് സർക്കാർ IOC ഏർപ്പെടുത്തുന്ന 6000 പേർക്കുള്ള ഇൻഷുറൻസോ ഒരു ആംബുലൻസുമാണ് അവർ ഞങ്ങൾക്കായിട്ട് നൽകിയിരിക്കുന്ന സുരക്ഷാ ക്രമീകരണങ്ങൾ. ഈ 6000 പേർക്കുള്ള ഇൻഷുറൻസ്, ഇവിടെ എന്തെങ്കിലും ഒരു അപകടം ഉണ്ടായിരുന്നാൽ ഇൻഷുറൻസ് വാങ്ങാനായിട്ട് ആരാണ് ഞങ്ങൾക്ക് ഇവിടെ ഉണ്ടാവുന്നത്? ഇവിടെ ഒരു അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഈ പ്രദേശത്തുള്ള എല്ലാവരും എന്തായാലും നശിച്ചു പോകുന്നുള്ളതിന് ഉറപ്പാണ്. അപ്പോൾ പിന്നെ ഈ ഇൻഷുറൻസ് വാങ്ങാനായിട്ട് ഞങ്ങളുടെ നാട്ടിൽ ആരാണ് അവശേഷിക്കുന്നത്? പിന്നെ മൃതദേഹം കൊണ്ടുപോകാനാണോ ആംബുലൻസ്? അത് ഞങ്ങൾക്ക് വേണ്ട. എന്തായാലും ഈ പ്രോജക്റ്റ് സർക്കാർ ഉപേക്ഷിക്കുന്നത് വരെ ഞങ്ങൾ ഈ സമരം തുടർന്നുകൊണ്ടേയിരിക്കും. അത് ഏത് രീതിയിൽ അടിച്ചമർത്താൻ ശ്രമിച്ചാലും ഞങ്ങളത് ഈ സമരം തുടർന്നുകൊണ്ടേയിരിക്കും. ശ്രീ ഷാജി ജോർജ്, ഒരുപക്ഷെ സർക്കാർ ഇനി മുന്നോട്ട് വെക്കാൻ പോകുന്നത് നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ മുലമ്പള്ളിയിലടക്കം കൊടുത്തിട്ടുള്ള മറ്റ് പുനരധിവാസ പാക്കേജുകളായിരിക്കും. പക്ഷേ എത്രമാത്രം വിശ്വസിക്കാൻ കഴിയും ഇത്തരം വാഗ്ദാനങ്ങളിൽ സർക്കാരിന്റെ? ഇക്കാര്യത്തിൽ തന്നെയാണ് ഞങ്ങളുടെ ആശങ്കകളും. കാരണം 170 കോടി രൂപയുടെ മൊത്തം പദ്ധതി വിഹിതത്തിൽ കഴിഞ്ഞ 8 വർഷമായി 110 കോടി രൂപ ചെലവാക്കിയത് അതിന് ചുറ്റുമതിൽ പണിയാനാണ്. ബാക്കി ഉള്ള പണം കൊണ്ടാണ് ഇനിയിപ്പോൾ സർക്കാർ ഇത് ചെയ്യാൻ പോകുന്നത്, അല്ല ഈ പദ്ധതിയുടെ IOC ഇത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ, വാദമുഖങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ IOCക്കും കഴിയുന്നില്ല എന്നുള്ളതാണ് ഈ സമരത്തിൻ്റെ ഏറ്റവും വലിയ പ്രതിസന്ധി. തീർച്ചയായും ബഹുമാന്യനായ MLA സൂചിപ്പിച്ചതുപോലെ ജനനിബിഡമായ ഈ പ്രദേശത്ത് ഒരു പദ്ധതി ആവിഷ്കരിക്കുമ്പോൾ അവിടെ താമസിക്കുന്ന ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാനും അവരുടെ ആശങ്കകൾ അകറ്റാനും സർക്കാർ തയ്യാറാക്കണം. ഇതാണ് ഞങ്ങളുടെ ആവശ്യം. ശ്രീമതി ഷീല, എന്തായാലും നിരവധി ആളുകൾ ഇപ്പോഴും ആശുപത്രിയിലാണ്, നിരവധി പേരെ കസ്റ്റഡിയിലെടുത്തു. ആ രീതിയിൽ അടിച്ചമർത്താൻ പോലീസിന്റെ ഭാഗത്തു നിന്നും ഒരു നീക്കം തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും 119 ദിവസം നിങ്ങൾ നടത്തിയ സമരം പോലെ ആയിരിക്കില്ല ഇനി അടുത്ത ദിവസം മുതൽ. അതിനേക്കാൾ കൂടുതൽ ശക്തി നിങ്ങൾ ഒരു പക്ഷേ കാണിക്കേണ്ടി വരും. ഏത് രീതിയിലാണ് നിങ്ങൾ ഇനി സമരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ശ്രീമതി ഷീല, താങ്കളോടാണ്. ഓക്കെ, ഞങ്ങളിനി എന്തായിരുന്നാലും കുട്ടികളുടെ സ്കൂളുകൾ, ക്ലാസ്സിൽ പോകുന്ന പിള്ളേരുടെ ക്ലാസ് ഉപേക്ഷിച്ചും ജോലിക്ക് പോകുന്നവർ ജോലി ഉപേക്ഷിച്ചും നിന്ന് ഞങ്ങളിവിടെ ശക്തമായ സമരം തുടർന്നു കൊണ്ടുപോകും. നാളെ ഇപ്പം ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞാലും ഞങ്ങൾ ശക്തമായിട്ട് ഏത് പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന അധികൃതരുടെ ഭാഗത്തുനിന്ന് ഏത് നടപടിയും ഞങ്ങൾ നേരിടാൻ തയ്യാറായിട്ട് തന്നെ ഈ നാട്ടിലുള്ള ജനങ്ങളെല്ലാവരും ഒന്നടങ്കം ഇതിന്
മുന്നിട്ടിറങ്ങിക്കൊണ്ട് ഞങ്ങൾ ശക്തമായിട്ട് തന്നെ ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനം. ശ്രീ ഷാജി ജോർജ്, സർക്കാരിന്റെ ഭാഗത്തു നിന്ന് എന്ത് നടപടിയാണ് നിങ്ങളടക്കമുള്ള ആളുകൾ ഇപ്പോൾ അടിയന്തരമായി ഈ വിഷയത്തിൽ പ്രതീക്ഷിക്കുന്നത്? തീർച്ചയായും ആദ്യം ഈ പോലീസ് ചെയ്ത നടപടികൾ വളരെ ക്രൂരമായി പോയി എന്നുള്ളത് ഖേദകരം തന്നെയാണ്. ഇവിടെ നിസ്സാരവൽക്കരിച്ച് നമുക്ക് പോലീസിൻ്റെ നടപടി കാണാൻ കഴിയില്ല. പിഞ്ചു കുട്ടികൾ ഉൾപ്പെടെയുള്ളവരെ ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ കളമശ്ശേരി ക്യാമ്പിലേക്കാണ് കൊണ്ടുപോയത്. വൈപ്പിൻകരയിൽ നിന്ന് എത്രയോ ദൂരമാണ് കളമശ്ശേരി. ആ കളമശ്ശേരിയിലേക്ക് കൊണ്ടുപോകേണ്ട കാര്യമില്ല. ഇവരാരും ഏതെങ്കിലും തരത്തിലൊരു ആക്രമണം പുറപ്പെടുവിച്ചവരല്ല, നടത്തിയവരല്ല. അപ്പോൾ നിഷ്കളങ്കരായ സമാധാന മാർഗത്തിൽ സമരം ചെയ്തവരെ ഇങ്ങനെ ചെയ്തത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. അക്കാര്യത്തിൽ ഞങ്ങൾക്ക് കടുത്ത പ്രതിഷേധമുണ്ട്. ഇത് തന്നെ അടുത്ത ശനിയാഴ്ച ഒരു വലിയ പ്രതിഷേധ സംഗമത്തിലൂടെ വൈപ്പിൻകരയിൽ ഞങ്ങളിത് വെളിപ്പെടുത്തും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ കൃത്യമായ ആവശ്യമുള്ളത് സർക്കാർ ജനങ്ങളെ വിശ്വാസത്തിലെടുക്കണം, ജനങ്ങളുടെ ആശങ്ക അകറ്റണം. ഈ പദ്ധതിയെക്കുറിച്ച് ജനങ്ങൾക്ക് ഒത്തിരി ആശങ്കകളുണ്ട്. അതിന് കൃത്യമായ മറുപടി നൽകാൻ IOCക്ക് കഴിയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിനെക്കുറിച്ച് ബന്ധപ്പെട്ട വ്യക്തികൾ, ബന്ധപ്പെട്ട അധികാരികൾ ചർച്ച ചെയ്യുകയും ജനങ്ങളെ ഇത് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും വേണം. ഇതാണ് ഞങ്ങളുടെ ആവശ്യം. തീർച്ചയായും എന്തായാലും ജനങ്ങളുടെ ആശങ്കയകറ്റാതെ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോയാൽ അതിശക്തമായ ജനകീയ പ്രതിഷേധം പുതുവൈപ്പിൻകരയിൽ നാളെ മുതൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് സമരസമിതിയുടെ ഭാഗത്ത് നിന്ന് വരുന്ന പ്രതികരണം. വളരെ നന്ദി ശ്രീമതി ഷീല. ഒപ്പം ഷാജി ജോർജ്, ശർമ്മ MLA ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന്.